അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം നമ്മുടെ ഈ താൽക്കാലികമായ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഐശ്വര്യമുണ്ടാവാനും ഒക്കെ നാം ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. പല വഴികൾ നമ്മൾ തേടി ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പല ദിക്കുകളിലും പല നാടുകളിലും നാം ചെന്നെത്തുന്നവരാണ്. എന്നാൽ പല സാഹചര്യങ്ങൾക്കും നാം അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ നമ്മൾ ഉദ്ദേശിച്ച അത്ര എത്തിക്കൊള്ളണമെന്നില്ല. എന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടുകയില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ തന്നെ പറഞ്ഞതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആനിൻ്റെ വാക്യം തന്നെ നമുക്കെടുത്താൽ കാണാം, ഒരു പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് അത് കഴിഞ്ഞാൽ ഒരു സുഗമമായൊരു ജീവിതമുണ്ടാകും. ആ പ്രയാസമില്ലായ്മ മാറാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ നാം ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട എല്ലാ പ്രതാപവും നമുക്ക് ലഭിക്കാനും മഹാന്മാർ ഒരുപാട് പരിഹാരമാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും അതിൽ ഒരു പ്രധാനപ്പെട്ട പരിഹാരമാർഗമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാവരും കൃത്യമായി ജീവിതത്തിൽ അത് പകർത്തുക. ഏതാണ്? എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക. ആദ്യം നമുക്കറിയുന്ന സ്വലാത്ത്, ഇഷ്ടമുള്ള സ്വലാത്താവട്ടെ, അതൊരു 11 തവണ നാം ചൊല്ലുക. അതിനുശേഷം യാ അസ്മാഉൽ ഹുസ്നയിലെ യാ ഫത്താഹു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റസ്സാഖു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന മഹത്തായ ദിക്റിനെ, ആ ഇസ്മുകളെയെല്ലാം അനവധി തവണ നാം ആവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അറിയാത്ത രൂപത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരാൻ കാരണമാകുമെന്ന് ഉണർത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എല്ലാവരും ദീനിൻ്റെ പ്രചാരകരാവുക. ഇൻഷാ അല്ലാഹ് സമ്പൽ സമൃദ്ധിയുള്ള ഐശ്വര്യമുള്ള ജീവിതം പടച്ചവൻ നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.